നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. 7ാം ദിവസവും കാണാമറയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കോയമ്പത്തൂർ വഴി ബംഗളൂരുവിലേക്ക് പോയ മാങ്കൂട്ടത്തിൽ പോലീസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് രഹസ്യ സങ്കേതത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നാണ് പുതിയ വിവരം. കാറുകൾ മാറി മാറി ഇയാൾ യാത്ര ചെയ്യുന്നുവെന്നും നിരീക്ഷണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് കോൺഗ്രസിൽ ഉച്ചയോടെ തീരുമാനമായി. ആഗ്നേയാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്ന് കെ മുരളീധരൻ പറഞ്ഞപ്പോൾ കർശന നടപടിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ബാംഗ്ലൂരിലുള്ള യുവതിയുടെ പുതിയ ബലാത്സംഗ പരാതി കോൺഗ്രസ് നേതൃത്വം പോലീസ് DGPക്ക് കൈമാറി. ഇതേസമയം രാഹുലിന്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നത് പോലീസാണെന്ന് അടൂർ പ്രകാശ് ആരോപിച്ചു. തിരുവനന്തപുരം ജില്ലാ ജയിലിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ രാഹുൽ ഈശ്വർ അവിടെയും നിരാഹാരം തുടരുന്നു. പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന അഭിപ്രായമുയർത്തിയാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതിഷേധം. ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമായ 27 കിഫ്ബി പദ്ധതികളിലാണ് EDയുടെ കുരുക്ക് വീണതെന്ന് റിപ്പോർട്ടുകൾ. 466.91 കോടി രൂപ ഇങ്ങനെ ചെലവഴിച്ചു. എന്നാൽ മസാല ബോണ്ടിൽ 66 കോടി രൂപ മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ എടുത്തിട്ടുള്ളൂ. വീണ്ടും വാഹൻ സോഫ്റ്റ്വെയർ തകരാറിലായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വാഹന രജിസ്ട്രേഷൻ മുടങ്ങി. കോട്ടയത്ത് ഭൂമിയുടെ ന്യായവില സംബന്ധിച്ച കോടതി ഉത്തരവ് പാലിക്കാത്ത മുൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഭൂ ഉടമയ്ക്ക് 50,000 രൂപ ചെലവ് നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 81-2951-6829. മറ്റൊരു നമ്പർ 9074746363. ശബരിമലയിലെ നടവരവ് 15 ദിവസം കൊണ്ട് 100 കോടി കഴിഞ്ഞെന്ന് കണക്കുകൾ. ദുരിതമാകുന്ന തൊഴിലിടത്തിൽ പ്രതിഷേധിച്ച് ലോക്കോ പൈലറ്റുമാർ നടത്തുന്ന 48 മണിക്കൂർ നിരാഹാര സമരം നാളെ വ്യാഴാഴ്ച രാവിലെ 10-ന് അവസാനിക്കും. തിരുവനന്തപുരത്തെ നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന്റെ 180 ഏക്കർ ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റിനും 45 ഏക്കർ കേന്ദ്ര സായുധ പോലീസിനും 32 ഏക്കർ ഫോറൻസിക് യൂണിവേഴ്സിറ്റിക്ക് നൽകാൻ സുപ്രീം കോടതി അനുമതി നൽകിയത് വഴി 2500 കോടി രൂപയുടെ GST വരുമാനമുണ്ടാകുമെന്ന് കണക്കുകൂട്ടൽ. സ്വന്തം പൗരർ തന്നെ ദാരിദ്ര്യത്തിൽ തുടരുമ്പോൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് ചുവപ്പ് പരവതാനി രാജ്യം വിരിക്കണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. റോഹിംഗ്യൻസിന്റെ കടന്നുകയറ്റത്തിന്മേലാണ് കോടതിയുടെ ഈ നിരീക്ഷണം. സൈബർ തട്ടിപ്പുകളെ ഇല്ലാതാക്കാനുള്ള ജാഗ്രതയാണ് സഞ്ചാർ സാഥി എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഫോണിൽ സഞ്ചാർ സാഥി ഇൻസ്റ്റാൾ ചെയ്തിറക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിൽ ആപ്പിൾ ഫോൺ കമ്പനി എതിർപ്പ് പ്രകടിപ്പിച്ചു. പൗരനെ നിരീക്ഷിക്കാനുള്ള ചാരക്കണ്ണാണ് സഞ്ചാർ സാഥി ആപ്പെന്ന് പ്രതിപക്ഷം പാർലമെന്റിൽ ബഹളം വച്ചു. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.